തലസ്ഥാനത്തെ നരക വഴികൾ വാർത്തകളിൽ ഇടം പിടിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. വികസനത്തിന്റെ പേരിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് നരകതുല്യമായ അനുഭവങ്ങൾ സമ്മാനിക്കാൻ തുടങ്ങിയതാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. അതിനിടെയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ഹോളി ഏഞ്ചൽ സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് പരസ്യ പ്രതിഷേധവുമായി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ രംഗത്തെത്തിയത്. കാരണം മറ്റൊന്നുമല്ല, പൊതുജനങ്ങൾക്ക് വഴി നടക്കാൻ കഴിയുന്നില്ല. ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പോലും ഈ വഴികളിലൂടെ സഞ്ചരിക്കാൻ ആവുന്നില്ല. കാണേണ്ടവർ ഇതൊന്നും കാണുന്നില്ല. കണ്ടിട്ടാരും അനങ്ങുന്നില്ല. ആരുണ്ട് ഇവിടെ ചോദിക്കാൻ? ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ഹോളി ഏഞ്ചൽ സ്കൂളിന് മുൻപിലാണ്. ജനറൽ ആശുപത്രിയിൽ നിന്ന് ഏതാണ്ട് 250 മീറ്റർ ദൂരം പിന്നിട്ട് വേണം ഈ സ്കൂളിലേക്ക് വരാൻ. പക്ഷേ കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ സ്കൂളിന്റെ കവാടത്തിലേക്ക് എത്തുന്ന വഴിയിൽ കാഴ്ചകൾ ഇങ്ങനെയാണ്. എന്റെ ക്യാമറമാൻ വിനോദ് പ്രേക്ഷകരിലേക്ക് ആ ദൃശ്യങ്ങൾ എത്തിക്കും. റോഡിന്റെ നടുവിൽ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി 1.5 ആൾ പൊക്കത്തിൽ എടുത്തിട്ടിരിക്കുന്ന വലിയ കുഴി. ആ കുഴികൾക്ക് ഇരുവശത്തുമായി ഒരു കൊച്ചുകുട്ടികൾക്ക് പോലും ബുദ്ധിമുട്ടില്ലാതെ നടന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ ഇരുവശങ്ങളുമായി മണ്ണ് എടുത്തിട്ടിരിക്കുന്ന അവസ്ഥ. ഏറെ നാളായി ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയരാൻ തുടങ്ങിയിട്ട്. പക്ഷേ പരിഹാരം മാത്രം എങ്ങുമെത്തുന്നില്ല. ഈ രണ്ട് വശങ്ങളുടെയും കൊച്ചു കുഞ്ഞുങ്ങളടക്കം നിരവധി ആളുകളാണ് ഈ സ്കൂൾ ബസ്സിൽ ഇവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്താൻ കഴിയാതെ റോഡിലേക്ക് എത്തി അവിടെ നിന്ന് മറ്റ് വാഹനങ്ങളിൽ വീടുകളിലേക്ക് എത്തേണ്ട അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. വലിയ ദുരിതം സമ്മാനിക്കുന്ന യാത്രയാണ്. സ്കൂൾ വിട്ട വിദ്യാർത്ഥികൾ ഇപ്പോൾ പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ്. ഇവിടെ ഞാനിന്മേൽ കളി പോലെ, സർക്കസിലെ ഞാനിന്മേൽ കളി പോലെയാണ് യഥാർത്ഥത്തിൽ ഈ റോഡിന്റെ ഇരുവശത്തുകൂടിയുള്ള വിദ്യാർത്ഥികളുടെ യാത്ര എന്ന് അക്ഷരാർത്ഥത്തിൽ എടുത്തു പറയേണ്ടി വരും. ഏറെ നാളായി ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളൊക്കെ ഉയരാൻ തുടങ്ങിയിട്ട്. പക്ഷേ നടപടികൾ മാത്രം എങ്ങുമെത്തുന്നില്ല. ഓരോ ദിവസം കഴിയുന്നവരും എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തിയാക്കാമെന്ന ഉറപ്പ് ലഭിക്കുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് കൃത്യമായി അതിന് പരിഹാരം കാണാൻ കഴിയാതെ പോകുന്നില്ല എന്നത് തന്നെയാണ് വസ്തുത. ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം, ഈ റോഡിലേക്ക് വരുന്ന വഴികളിൽ അല്ലെങ്കിൽ ഇവിടെ നിന്ന് വഞ്ചിയൂർ കോടതിക്ക് സമീപത്ത് നിന്ന് ജനറൽ ആശുപത്രി റോഡിലേക്ക് വളരെ വേഗത്തിൽ എത്താൻ കഴിയുന്ന ഒരു ബൈപ്പാസ് റോഡ് കൂടിയാണിത്. ആ റോഡിൽ ഇങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അറിയാതെ ഇവിടെ വരെ എത്തി വാഹനവുമായി തിരികെ പോകേണ്ടി വരുന്ന ഇതുപോലെയുള്ള യാത്രക്കാരും ഏറെയാണ്. ഇങ്ങനെയൊരു നിർമ്മാണം നടക്കുന്നുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. അവിടെ ഒരു ബോർഡും അങ്ങനെയുള്ളവരൊന്നും വെച്ചിട്ട് അങ്ങ് താഴെ വെക്കണ്ടേ. അതായത് നമ്മുടെ വഞ്ചൂര് തിരിയുന്നതിനവിടെ റോഡ് ക്ലോസ് എന്ന് എഴുതി വെക്കണ്ടേ. ഇതെല്ലാ വാഹനങ്ങളും ഇങ്ങോട്ട് വരുന്നു. ഞാൻ അതിന്റെ പുറകെ കൂടി വന്നു. നിങ്ങൾ എവിടെ താമസിക്കുന്നയാളാണ്? ഞാൻ പാപ്പനംകോട്. ഇങ്ങനെ ഒരു നിർമ്മാണം പോകണം. എവിടെ പോകാനാണ്? പോകാനായിട്ട് പെട്ടെന്ന് ഇതിലേക്ക് കയറാന്ന് വിചാരിച്ചു. അപ്പൊ ഈ വരുന്ന വഴിയിൽ ഇതുപോലുള്ള നിർമ്മാണം വേറെ എവിടെയെങ്കിലും നടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടായിരുന്നോ? ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. പാളയത്ത് ഭാഗത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഇനി എങ്ങനെ പോകുന്നത്? ഏതുവഴിയായിരിക്കും? പാളയത്തല്ല, നമ്മുടെ ചെട്ടികുളങ്ങര. അത് ഇടിച്ച് പൊളിച്ചിട്ടേക്കണം. അതിന്റെ ഇടയിൽ കൂടി ഞാൻ വണ്ടിയും കൊണ്ടുവന്ന് വിടാൻ പോയി. ഇനി എങ്ങനെ മ്യൂസിയത്തോട്ട് പോകും? ഇല്ല, ഇനിയിപ്പോ തിരിച്ച് അതിലേക്ക് ഇറങ്ങി പാറ്റൂര് വഴി ഇറങ്ങി പോകേണ്ടി വരും. ഇല്ലെങ്കിൽ സ്റ്റാച്യു വഴി പോയിട്ട് പോകേണ്ടി വരും. കറങ്ങി പോകേണ്ടി വരും. അപ്പൊ ഇത് ആരുടെ കുഴപ്പം കൊണ്ടാണ്? കാരണം ഇവിടെ നിർമ്മാണങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. നിർമ്മാണം നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മാണം വേണം. പക്ഷേ അതിന്റെ കൂടെ നമുക്ക് സഞ്ചാര യോഗത്തിനും കൂടി ചെറിയൊരു പ്ലാൻ തയ്യാറാക്കിയിട്ട് വേണം. ഇതൊരു പിടിപ്പുകേടെന്ന് തോന്നുന്നു. അപ്പോൾ അത്തരത്തിലാണ് പ്രതികരണങ്ങൾ വരുന്നത്. കാരണം ഒരു തരത്തിലുള്ള സൂചനാ ബോർഡുകൾ പോലും ഇവിടെ ഇങ്ങനെ നിർമ്മാണം നടക്കുന്നുണ്ട് എന്ന് കാണിക്കുന്ന ബോർഡുകളൊന്നും അവിടെ വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വരെ എത്തി പാതി വഴിയിൽ തിരികെ മറുവഴികൾ തേടി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ യാത്രക്കാർ നിർബന്ധിതരാകുന്നതിന്റെ കാരണവും ഇതാണ്. എനിക്കിപ്പം കുറച്ച് കൊച്ചു കൂട്ടുകാരുണ്ട്. അവർ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ വഴിയെ പൊക്കോണ്ടിരുന്ന ആളുകളാണ്. ഈ ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് അധികം പരിചയമില്ലാത്തവരാണ്. നിങ്ങൾ ഇതുവഴിയായിരുന്നു നടക്കുന്നേ ഈ റോഡ് പണിയുന്നതിന് മുമ്പ്? ആണോ? അപ്പൊ ഈ പണി നടക്കുന്നതുകൊണ്ടുണ്ടായ പ്രയാസം എന്താണ്? നടക്കാൻ പറ്റുന്നില്ല. ഇത് ആരോടെങ്കിലും പറഞ്ഞായിരുന്നു ഈ കാര്യം? ആരോടും പറഞ്ഞില്ല. ഓക്കെ. അപ്പൊ ഇപ്പൊ എങ്ങനെയാ വീട്ടിൽ പോകുന്നത് നിങ്ങള്? ബുദ്ധിമുട്ടാണ്. അപ്പൊ വീട്ടിൽ പോകുന്നത് എങ്ങനെയാണ്? ആരെങ്കിലും വീട്ടിൽ നിന്ന് വരുമോ അതോ ഓട്ടോയെ പോവോ? ഓട്ടോയെ പോകും.
അപ്പോൾ ഈ ഇവരെയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ അദ്ദേഹവും നമ്മോടൊപ്പം ചേരുന്നു. ഇവിടെ എത്ര നാളായി ഇങ്ങനെ ഈ നിർമ്മാണം തുടങ്ങിയത്? ഇപ്പൊ ഈ 3-4 ദിവസത്തിന് മുമ്പാണ് ഇത് തുടങ്ങിയത്. ഇവര് ഒരു മുന്നറിയിപ്പില്ലാതെ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മളൊക്കെ കുട്ടികളെ കൊണ്ട് പോയിട്ട് വന്നതിന്റെ പിറകെ ഇത് കുഴിച്ചു തോണ്ടിയിട്ടിരിക്കുക നേരം വെളുത്തപ്പോ. അങ്ങനെ ഞാൻ രാവിലെ വന്നിട്ട് ഇനി 2 പിള്ളേരെ ഇനി അപ്പുറത്ത് നിന്ന് എടുക്കാനും ഉണ്ട്. എവിടെ നിന്ന് എടുക്കാനുള്ള? കോളേജസ് സെന്റ് ജോസഫ്. ഓക്കെ. അപ്പൊ ഈ ഇതുവഴി ഇങ്ങനെ നിർമ്മാണം നടക്കുന്നുണ്ട് എന്ന് അറിയിക്കുന്ന ബോർഡുകളൊന്നും നിങ്ങൾ വരുന്ന വഴികളിലില്ല? ഇല്ല, അങ്ങനെ ഒരു ഇതുമില്ലായിരുന്നു. അപ്പൊ ഇതിന് മുമ്പ് ഈ വരുന്ന വഴിയിൽ ഇങ്ങനെ ഇതൊരു സമാനമായ രീതിയിൽ വലിയ കുഴികളെടുക്കുന്ന നിർമ്മാണം നടന്നിട്ടുണ്ടോ അടുത്തെങ്ങാനും? ഇല്ല. ഇത് ആദ്യമായിട്ടാണ്? അപ്പൊ ഇതിന് എങ്ങനെ ഒരു പോംവഴി എന്നാണ് ചേട്ടൻ എന്നാ തോന്നുന്നത്? ഇപ്പോ ഒരു പോംവഴി എന്ന് പറയാൻ എനിക്കിപ്പോഴും കുട്ടികളെ എടുത്ത് വീട്ടുകളിൽ കൊണ്ട് എത്തിക്കണം. കാരണം കൊച്ചു കുട്ടികളാണ്. പക്ഷെ റോഡിന്റെ നിർമ്മാണം നടന്നല്ലേ? അവര് പറയുന്ന കാര്യം അതാണ്, ഇവിടെ വികസനത്തിന് തടസ്സം. 2 മാസം ഇനിയിപ്പോ 2 മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് സ്കൂൾ അടയ്ക്കുമല്ലോ. അപ്പോഴത്തേക്ക് അവർക്ക് ചെയ്യാമല്ലോ. സ്കൂൾ അടയ്ക്കുമ്പോൾ ചെയ്യുമായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നതാണോ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ അതിന് കൃത്യമായ ഒരു നടപടി ആരുടെ ഭാഗത്ത് സംഭവിച്ച വീഴ്ചയായിരിക്കും ഇത്? സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയായിരിക്കണം. അല്ലാതെ നമുക്ക് വേറെ ഒന്നും പറയാനില്ലല്ലോ. നിർമ്മാണം നടത്തുന്നത് സർക്കാരല്ല. സർക്കാർ ഇവിടെ വികസനം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺട്രാക്ടർമാരും അവരും മറ്റുള്ള എല്ലാവരും കൂടെ ചേർന്നല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുവരെ ഈ അവധി ലഭിച്ചതിന് ശേഷം ഈ നിർമ്മാണം നടത്തിയാൽ മതിയായിരുന്നെന്നാണ് ചേട്ടൻ പറയുന്നത്? തീർച്ചയായിട്ടും. ഓക്കെ. എന്തായാലും വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, അതായത് സ്കൂളിന് അവധി കൊടുത്തതിന് ശേഷമായിരുന്നു ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചിരുന്നതെങ്കിൽ ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിന് ദുസ്സഹമായ ഒരു സാഹചര്യം ഉണ്ടാകത്തില്ലായിരുന്നു എന്നാണ് അവരുമായി വീടുകളിലേക്ക് പോകുന്ന രക്ഷിതാക്കളും വാഹന ഉടമകളുമൊക്കെ നമ്മളോട് പങ്കുവെക്കുന്നത്. എന്തായാലും വളരെ ദുസ്സഹമായ ഒരു സാഹചര്യത്തിലൂടെ വിദ്യാർത്ഥികൾ ഈ വലിയ കുഴികൾ എടുത്തിരിക്കുന്നതിന്റെ ഇരുവശത്തുകൂടി യാത്ര ചെയ്യുന്ന ദുരനുഭവങ്ങളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്കൂൾ വിട്ട് വിദ്യാർത്ഥികൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതിൽ കുട്ടികളെയും വിളിച്ചുകൊണ്ട് പോകാൻ എത്തിയിരിക്കുന്ന പ്രായമായ അമ്മമാരുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ സമീപത്തെ ആശുപത്രികളിലേക്ക്, ജനറൽ ആശുപത്രിയിലേക്കും അതോടൊപ്പം തന്നെ ഈ സ്വകാര്യ ആശുപത്രിയിലേക്കും എത്തുന്ന രോഗികളുണ്ട്, ഗർഭിണികളുണ്ട്. അവർക്കാർക്കും ഈ വഴിയെ നടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ ദുസ്സഹമായ ഒരു സാഹചര്യമാണ്. ചേച്ചി, ഈ റോഡ് പണി നടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നടന്നു വരാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്? നല്ല ബുദ്ധിമുട്ടുണ്ട് പോകാൻ. അപ്പൊ എങ്ങനെയാ നിങ്ങൾ പോകുന്നത്? നമ്മൾ നടന്നു തന്നെ പോകുന്നു. എവിടെയാണ് വീട്? മഞ്ചേരി. ഇവിടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ടോ? അതോ പഠിക്കുന്നുണ്ട്? അപ്പൊ ഇത് എത്ര നാളായി ഈ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട്? കുറെ ദിവസമായി. ഈ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല? ഇതിന് പരാതി വല്ലതും കൊടുത്തിരുന്നു? ഇവിടെ ടീച്ചർമാരും അവരൊക്കെ ഇവിടെ പറഞ്ഞു. പക്ഷെ എന്നാലും അവരുടെ പണി നടത്താതിരിക്കില്ലല്ലോ. ടീച്ചർമാര് പറഞ്ഞിട്ടും പരിഹാരം ഇല്ല, ഒരു പരിഹാരം ഇല്ല. അപ്പൊ ഇത് വികസന പ്രവർത്തനങ്ങളുടെ പേരിലാണ് ഈ റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ വികസനത്തിന് എതിര് നിൽക്കുന്നത് ശരിയാണോ? എന്നിരുന്നാലും മറ്റുള്ളവർ ബുദ്ധിമുട്ടും കൂടെ നോക്കണ്ടേ? സ്കൂള് സമയം വണ്ടികൾ പോണതും എല്ലാം നോക്കണ്ടേ? അല്ലെങ്കിൽ ഇങ്ങനെ കുഴിച്ചിട്ട് മാസങ്ങളായിട്ട് ഇങ്ങനെ കിടക്കയില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് രക്ഷിതാക്കളുടെ അടക്കം ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇതിനു വേണ്ടി തെരഞ്ഞെടുത്ത സമയം, വികസനത്തിന് തങ്ങൾ ആരും എതിരല്ലെങ്കിലും ഈ റോഡ് വികസനം അല്ലെങ്കിൽ ഈ പൈപ്പ് നിർമ്മാണം, പൈപ്പ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത സമയം അത് അനുചിതമായി പോയി എന്ന അഭിപ്രായമാണ് ഈ ആളുകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളും വളരെയധികം ബുദ്ധിമുട്ടിലാണ്. ഈ ഒരു പ്രയാസം മൂലം വളരെയധികം ബുദ്ധിമുട്ട് വിദ്യാർത്ഥികളും നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലം കാണുന്നില്ല വേണ്ട വിധത്തിൽ എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സമാനമായ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ ഇവിടേക്ക് എത്തിയിരുന്നു. അന്നും ഈ മണ്ണ് ഇരുവശത്തേക്കും എടുത്തിട്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അതിന്നും അതുപോലെ തന്നെ തുടരുകയാണ്. എന്തായാലും വിദ്യാർത്ഥികൾ ഈ ക്ലാസുകൾ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്താണ് ഈ ദുരിതപൂർണമായ സാഹചര്യം സ്കൂളിന് മുമ്പിൽ ഇങ്ങനെ നിലനിൽക്കുന്നത് എന്നതാണ് വസ്തുത. അവിടെ കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ അധികാരികളുടെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ട് കഴിയാതെ പോകുന്നു എന്ന വലിയൊരു ചോദ്യം ഉയരുന്നുണ്ട്. നമുക്കൊപ്പം ഒരു രക്ഷകർത്താവ് കൂടി ചേരുന്നു. രക്ഷകർത്താവാണെന്ന് ഞാൻ കരുതുന്നു. എവിടെയാണ് വീട്? ഇവിടെ അടുത്ത് തന്നെ, വഞ്ചൂരാണ്. ഇങ്ങനെ ഒരു നിർമ്മാണ പ്രവർത്തനം അത് ഏത് തരത്തിലാണ് നിങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുന്നത്? അത് സ്കൂളിൽ വരുന്നതിനും പോകുന്നതിനും ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഒരു പണി സൈഡ് മാത്രമായിട്ട് ചെയ്തിരുന്നേ കുഴപ്പമില്ല. ഇതിപ്പോ ഇങ്ങനെ ചെയ്യുന്ന കാരണം നമുക്ക് വരുന്നതിനും പോകുന്നതിനും വളരെ ബുദ്ധിമുട്ടുണ്ട്. ഈ കാര്യം ആരെയെങ്കിലും അറിയിച്ചിരുന്നോ? അല്ല, ഇവിടെ സ്കൂളിൽ ഇവിടെ പ്രക്ഷോഭമൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ആ പ്രതിഷേധങ്ങൾ ഞങ്ങളിൽ കണ്ടതാണ്, ഞങ്ങളത് വാർത്തയാക്കിയതാണ്. പക്ഷെ അതിൽ എന്തെങ്കിലും നടപടി ഉണ്ടായോ?
നടപടി എന്താ ഒന്നും ഉണ്ടായിട്ട് അറിവില്ല കേട്ടോ. എന്തെങ്കിലും അറിയാൻ വയ്യ അതിനെ പറ്റി. അവരിപ്പോ കൺസ്ട്രക്ഷൻ വീണ്ടും തുടരുന്നുണ്ട്. അല്ലെ, ഈ നിർമ്മാണം നടക്കുന്നത് അത് വേണ്ട എന്ന അഭിപ്രായമാണോ ചേട്ടൻ? നിർമ്മാണമൊക്കെ നല്ലത് തന്നെ, പക്ഷെ അത് നമ്മളെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യണ്ടേ, അതാണ് ചെയ്യണമെന്നുള്ളതാണ് അഭിപ്രായം. അല്ല, നമ്മളിത് പങ്കുവെക്കുമ്പോൾ അധികാരികൾ ചോദിക്കുന്നത് ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ ഈ പൈപ്പുകൾ, വലിയ പൈപ്പുകളാണ്, അതെങ്ങനെ സ്ഥാപിക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അത് ഒരു ചോദ്യമാണ്, അത് ശരിയാണ്. പക്ഷെ എങ്കിലും നമുക്ക് മാക്സിമം ഈ സ്കൂൾ അടച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. സ്കൂൾ അടച്ചിരിക്കുന്ന സമയത്തായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് രക്ഷകർത്താക്കളടക്കം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ദുരിതമാണ്. ഇവിടെ നിന്ന് വിദ്യാർത്ഥികളുമായി മടങ്ങിപ്പോകാൻ കാത്തിരിക്കുന്ന രക്ഷിതാക്കൾക്ക് അവരെ വാഹനങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ ദുസ്സഹമായ ഒരു സാഹചര്യം. വാഹനം അങ്ങ് അകലെ പാർക്ക് ചെയ്തതിനു ശേഷം ഇവിടെ നിന്ന് വിദ്യാർത്ഥികളെ വാഹനത്തിന് അടുത്തേക്ക് എത്തിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്ന തരത്തിലാണ് കാര്യങ്ങൾ. അത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുകയാണ് ഈ രക്ഷകർത്താക്കളും അധ്യാപകരും വിദ്യാർത്ഥികളുമെല്ലാം. കാരണം വളരെ അപ്രതീക്ഷിതമായി മുന്നറിയിപ്പൊന്നും ഇല്ലാതെയാണ് ഇങ്ങനെയൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചത് എന്നാണ് രക്ഷകർത്താക്കൾ അടക്കം പറയുന്നത്. ചേട്ടാ, എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്? ഇങ്ങനെയൊരു നിർമ്മാണം നടക്കുന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതി നിങ്ങൾ ഉന്നയിച്ചിരുന്നു? വളരെ ബുദ്ധിമുട്ടാണ് സ്കൂളിൽ. അതിനിടയ്ക്ക് അവിടെ പോലീസുകാര് ഇങ്ങോട്ട് വരാൻ വിടുന്നില്ല. അതിനിടയ്ക്ക് ട്രാഫിക് വളരെ ശക്തമായിട്ടുണ്ട്. അപ്പം അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് ഇപ്പോൾ നടന്നില്ലെങ്കിൽ പിന്നെ നടക്കാൻ താമസിക്കുന്ന സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണെന്നൊക്കെയാണ്. സ്കൂളിലെ വെക്കേഷൻ സമയത്തൊക്കെ ആവായിരുന്നല്ലോ. നിങ്ങൾ ഈ കാര്യം ആരെങ്കിലും അറിയിച്ചിരുന്നോ ഒരു പരാതിയായിട്ട്? ഇല്ല, അവിടെ സ്കൂളിൽ അധികൃതർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല. അല്ല, അവരുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പ്രക്ഷോഭമൊക്കെ നടന്നിരുന്നില്ല കഴിഞ്ഞ ദിവസം? അറിഞ്ഞില്ലായിരുന്നു. അതിനെപ്പറ്റി അറിഞ്ഞില്ല. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ പറയുന്നത് അവധിയുള്ള സമയത്തായിരുന്നെങ്കിൽ ഉപകാരപ്പെടാമോ? നമുക്ക് അതെ. അപ്പോൾ അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഈ രക്ഷകർത്താക്കളുടെ അടക്കം ഭാഗത്ത് നിന്ന് വരുന്നത്. ഈ കാല് മേലാത്ത ഒരു വിദ്യാർത്ഥിനി അവിടെ അതുവഴി നടന്നു പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളടക്കം ഈ വഴിയെ നടന്നു പോകുമ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്ന ദുരിതങ്ങൾ അത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അശാസ്ത്രീയതയുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി തെരഞ്ഞെടുത്ത സമയം അനുചിതമായി പോയി എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ്. കാരണം ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും കടന്നുപോകാൻ കഴിയാത്ത തരത്തിലാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തീർക്കുന്ന ഒരു ദുസ്സഹമായ യാത്രാ അനുഭവം അതാണ് യാത്രക്കാരും പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ നിർമ്മാണം നടക്കുന്നുണ്ട് എന്ന് അറിയാൻ മേലാതെ ഇതുവഴി ഈ ജനറൽ ആശുപത്രിക്ക് സമീപത്തേക്ക് പോകാനും മഞ്ചൂരേക്ക് പോകാനുമൊക്കെ എത്തുന്നവർ വഴിമാറി തിരിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ അത് തന്നെയാണ് നിരവധി യാത്രക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഈ 1.5 താഴ്ചയിലാണ് ഈ കുഴികൾ എടുത്തിരിക്കുന്നത്. ആ കുഴികളുടെ വലതുവശത്തും ഇടതുവശത്തുമായിട്ടാണ് ഇങ്ങനെ വലിയ തരത്തിൽ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത്. അതിന് സമീപത്തുകൂടി വളരെ കഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് മടങ്ങേണ്ട, അല്ലെങ്കിൽ ഇവിടെ ഈ വഴിയുടെ സമീപത്തുകൂടി പൊടിയടിച്ച് കൊടിയ ചൂടിനും പൊടിക്കുമിടയിലൂടെ യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ് സാധാരണക്കാരായ ആളുകൾ. അവിടെ കൃത്യമായി ഈ നിർമ്മാണം എത്രയും വേഗത്തിൽ പൂർത്തിയാക്കി, അല്ലെങ്കിൽ ഒരു വശത്തേക്ക് മാത്രം മണ്ണ് കൂട്ടിയിട്ടുകൊണ്ട് ഈ വലിയ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനുള്ള നടപടികളൊന്നും അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട ഒരു വിമർശനം കൂടി ഉയരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പരാതി വ്യാപകമായി രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉയരാൻ തുടങ്ങിയിട്ടും അതിന് നടപടിയെടുക്കാൻ എന്തുകൊണ്ട് അധികാരികൾ തയ്യാറാകുന്നില്ല, എന്തുകൊണ്ട് ആ നടപടി വൈകുന്നു എന്ന വലിയൊരു ചോദ്യം വരുന്നുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം അത് എപ്പോൾ ഉണ്ടാകും എന്ന് അറിയാനുള്ള ആകാംക്ഷ അത് ഇവിടുത്തെ അധ്യാപകർക്കുണ്ട്, രക്ഷിതാക്കൾക്കുണ്ട്, വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കുമുണ്ട്. അവരോട് ചോദിക്കുമ്പോൾ സ്കൂൾ അധികൃതർ അടക്കം പറയുന്നത് ഇനി ഞങ്ങൾക്ക് പരാതി പറയാൻ മേല, പറയാനുള്ളവരോടെല്ലാം പറഞ്ഞു കഴിഞ്ഞു, പക്ഷേ അതിനൊരു കൃത്യമായ പരിഹാരം ഉണ്ടാകുന്നില്ല. ആരുടെ മുമ്പിലാണ് ഇനി പരാതി പറയാൻ? ഞങ്ങൾ അതുവഴിയാണ് പോകേണ്ടത്. എല്ലാം പൊളിച്ചുറക്കിയിട്ടാണ് നെടുമങ്ങാടി നിന്ന് വരുന്നതാണ്. ഇങ്ങനൊരു പണി നടക്കുന്ന കാര്യം ചേട്ടൻ നേരത്തെ അറിഞ്ഞു? ഇന്നാണ് അറിയണത്. അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതും അടച്ച് അവിടെ ഇവിടെയും വരുന്നില്ല. ഇപ്പൊ രാട്ടയിൽ വന്ന് താഴെ ഇറങ്ങിയാണ് ഇതുവഴി വരുന്നത്. ഒരു പണി നടക്കുന്ന കാര്യം നിങ്ങളോട് ആരും പറഞ്ഞില്ലായിരുന്നു? ഇല്ല, ആരും പറഞ്ഞില്ല. ഞാനിപ്പോ നെടുമങ്ങാടി നിന്ന് വരെയാണ്, മകൻ ജലാശുപത്രിയിലാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതുവഴി നേരെ നടന്നാൽ ജനറൽ ആശുപത്രിയിൽ എത്താം, പക്ഷെ ഇവിടെ ഈ നിർമ്മാണം നടക്കുകയാണ്. എന്ത് ചെയ്യാ? ഇതുപോലെ ഒരു ദ്രോഹത്തരം ഈ ലോകത്ത് ആരും കാണിക്കില്ല.
അപ്പോൾ അത്തരത്തിൽ വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ആളുകളുടെ പ്രതികരണം. അവർ നെടുമങ്ങാട് നിന്ന് എത്തിയതാണ് ജനറൽ ആശുപത്രിയിലേക്ക് പോകാൻ. പക്ഷേ ഓട്ടോയിൽ ഈ സമീപത്തേക്ക് എത്തിയിട്ടും ഇവിടെ നിന്ന് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മൂലം മറ്റൊരു വശത്തുകൂടി വന്ന് അവിടെ ഓട്ടോയിൽ ഇറങ്ങി അവിടെ നിന്ന് നടന്ന് ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ രോഷം വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചത്. കാരണം അത്തരത്തിൽ വലിയ പ്രതിസന്ധിയാണ് ആളുകൾ നേരിടുന്നത്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഈ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ഉയരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അവിടെ എന്തുകൊണ്ട് നടപടി വൈകുന്നു എന്ന ഒരു ചോദ്യം അത് തന്നെയാണ് എല്ലാവരും ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ആ ചോദ്യത്തിനുള്ള പരിഹാരം തേടുകയാണ് ന്യൂസ് 18. ആ ന്യൂസ് 18ന്റെ സാമൂഹ്യ ദൌത്യത്തിന്റെ ഭാഗമായി, സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായുള്ള ഇടപെടൽ ഞങ്ങളതവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ കൃത്യമായി അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ അത് ഒട്ടും വൈകാൻ പാടില്ല. അതിനെതിരായ വിമർശനം ഏറെ നാളുകളായി ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു റോഡിന്റെ മാത്രം പ്രശ്നമല്ല. തലസ്ഥാന നഗരത്തിൽ തന്നെ സ്റ്റാച്യുവിൽ നിന്ന് താഴേക്കിറങ്ങുന്ന വഴിയിൽ, അതോടൊപ്പം തന്നെ ഈ ഹോളി ഏഞ്ചൽ സ്കൂളിന് സമീപം വഞ്ചൂരിലേക്ക് എത്തുന്ന വഴി, ഇവിടങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. സൂചനാ ബോർഡുകൾ പോലും ഇല്ലാതെയാണ് ഈ നിർമ്മാണം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വലിയൊരു ആക്ഷേപമാണ് ആളുകൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്തുകൊണ്ട് ഇതിന് കൃത്യമായ ഒരു ദിശാസൂചനാ ബോർഡുകൾ പോലും താഴെ വെക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്ന വലിയ വിമർശനം ആദ്യമായി ഇതുവഴി എത്തുന്നവർ, കാരണം അവർക്ക് വാഹനവുമായി ഇവിടുന്ന് തിരികെ മടങ്ങേണ്ടുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ സ്കൂൾ ബസ്സുകൾ ഇവിടെ പാർക്ക് ചെയ്ത് വിദ്യാർത്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഇങ്ങനെ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധികൾക്ക് ഇടയിലാണ് ഈ റോഡിൽ നടക്കുന്ന അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനം. അത് ദുരിതം നിറയ്ക്കുന്ന, അക്ഷരാർത്ഥത്തിൽ നരകതുല്യമായ ഒരു യാത്രാനുഭവം സമ്മാനിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിനെതിരായ ജനകീയമായ പ്രതിഷേധങ്ങൾ, അല്ലെങ്കിൽ സ്കൂൾ അധികൃതരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയാണ് കൃത്യമായ ഇടപെടൽ അവിടെ ഉണ്ടാകണമെന്ന ആവശ്യവുമായി ഈ പൊതുജനങ്ങളടക്കം രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതുവഴി സാധാരണ യാത്ര ചെയ്യുന്ന ആളായിരുന്നോ? ഇങ്ങനെ ഒരു നിർമ്മാണം നടക്കുന്ന കാര്യം അറിഞ്ഞില്ല. ഇതിവിടെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പണി നടക്കുന്നത്. അപ്പോൾ ഇത് ഒരു വികസനവുമായി ബന്ധപ്പെട്ട നിർമ്മാണമാണ്. അതുകൊണ്ട് അത് തെറ്റാണെന്ന് പറയാൻ കഴിയുമോ? അല്ല, വികസനം നല്ലതാണ്. പക്ഷെ ആ സമയവും കൂടെ നമുക്ക് മിക്കവാറും ചില സ്റ്റേറ്റിലൊക്കെ ഇങ്ങനെയുള്ളത് വളരെ രാത്രിയൊക്കെ കൺവീനിയന്റ് ആയിട്ട് ചെയ്യുകയാണ്. ഒരു ഒറ്റ രാത്രി കൊണ്ട് തീർക്കാൻ കഴിയുന്നു? ഒറ്റ രാത്രിയല്ല, എടുത്തിട്ട് കഴിഞ്ഞാൽ ശരിയാണ്. നമുക്ക് അതിന് യാത്രയ്ക്കുള്ള സൗകര്യം കൂടെ കൊടുത്ത് ചെയ്യാറുണ്ട് എല്ലായിടത്തും. അപ്പം ഇവര് ഈ പറയുന്നത് അങ്ങനെ പെട്ടെന്ന് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് ഈ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ റോഡിലും ഇതുമായൊരു പ്രശ്നങ്ങളാണ്. വേറെ ഏത് റോഡിലാണ് സമാനമായ ഒരു സാഹചര്യം കണ്ടത്? ഇവിടെ നമ്മൾ കയറി വരുന്ന റോഡുണ്ട്, ഇവിടെ സ്റ്റാച്ചു നിങ്ങൾ കയറി വരുന്ന റോഡിൽ ഇതേ പ്രശ്നങ്ങളാണ്. ഇവിടെ സൂചന ബോർഡുകൾ എവിടെയെങ്കിലും കണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ഇതുവഴി എങ്ങനെ പോകാൻ കഴിയുമെന്നാണ്? ഞാനിപ്പോ പോകാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ചു പോകാന്ന് വെച്ചേക്കുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? ഞാനിപ്പോ വഞ്ചൂരിൽ ജനറൽ ഹോസ്പിറ്റലിൽ പോകാനാണ് വന്നത്. ഇനി എങ്ങനെ പോകും? ഇനിയിപ്പോ തിരിച്ച് പാറ്റൂർ വഴിക്ക് ഇറങ്ങി പോകണം. പാറ്റൂർ വഴി പോവാം. ശരി. അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു നിർമ്മാണം ഇവിടെ നടക്കുന്നത് അറിഞ്ഞിരുന്നില്ല, അതറിയാതെയാണ് ഇവിടേക്ക് എത്തിയത്. ഇനി വാഹനവുമായി പാറ്റൂർ വഴി ജനറൽ ആശുപത്രിയിലേക്ക് സമീപത്തേക്ക് എത്തേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റ് വഴികളൊന്നുമില്ല എന്നാണ് പറയുന്നത്. സമാനമായ അനുഭവങ്ങൾ തന്നെയാണ് ഇതുവഴി എത്തിയ ഓരോ യാത്രക്കാരും രക്ഷിതാക്കളും എല്ലാം നമ്മളോട് പങ്കുവച്ചുകൊണ്ട് ഇരുന്നത്. കാരണം വളരെ അപ്രതീക്ഷിതമായാണ് ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത്. ആ നിർമ്മാണ പ്രവർത്തനമാണ് വളരെ ദുസ്സഹമായ ഒരു സാഹചര്യം അത് പൊതുജനങ്ങൾക്കുണ്ടാക്കുന്ന തരത്തിലേക്ക് മാറിയത് എന്ന് വേണം എടുത്തു പറയാൻ. അവിടെ എന്തുകൊണ്ട് നടപടി വൈകുന്നു എന്ന വലിയൊരു ചോദ്യം ഉയരുന്നുണ്ട്. ആ നടപടിയെടുക്കാൻ കാലതാമസം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ആ നിർമ്മാണങ്ങൾ ശാസ്ത്രീയമായി പൂർത്തിയാക്കാൻ, എത്രയും വേഗത്തിൽ പൂർത്തിയാക്കാൻ, അല്ലെങ്കിൽ സ്കൂളിന് അവധി ഉണ്ടായിരുന്ന സമയത്ത് ഈ നിർമ്മാണം നടത്തുകയായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ദുരിതം ഉണ്ടാകുമായിരുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അവിടെ യാത്രക്കാരും അതോടൊപ്പം തന്നെ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം നമ്മളോട് ആശങ്ക പങ്കുവെക്കുന്നു. ഞാൻ സ്കൂൾ അധികൃതരുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. അവർ പറയുന്നത് ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് ഇനി ഒരു അമർഷം പങ്കുവെക്കാൻ ഞങ്ങളില്ല, കാരണം മടുത്തു, ഇനിയൊരു പരാതി പറഞ്ഞ് ആരുടെയും മുമ്പിലേക്ക് പോകാനില്ല. അത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം അവരുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പൊക്കെ ഉണ്ടായിട്ടും ഇതിൽ കൃത്യമായ ഒരു നടപടിയെടുക്കാനോ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനോ കഴിയുന്നില്ല എന്നൊരു വിമർശനമാണ് അവർ ഉന്നയിച്ചത്. ഇപ്പോൾ വിദേശികളായ വിനോദസഞ്ചാരികളുണ്ട്. അവര് എനിക്ക് തോന്നുന്നു ഈ വാഹനങ്ങൾ ഇങ്ങനെ അവർക്കും യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ പേരിലായിരിക്കാം ഒരുപക്ഷെ ജനറൽ ആശുപത്രിക്ക് സമീപത്തെ റോഡിൽ ഇറങ്ങിയിട്ട് വഞ്ചൂർ റോഡിലേക്ക് അവർ
നടന്നു പോവുകയാണ്. അത്തരത്തിൽ റോഡിന്റെ ഇരുവശത്തേക്കും എത്താൻ കഴിയാത്ത തരത്തിലാണ് ഈ കുഴികൾ ഇങ്ങനെ എടുത്തിട്ടിരിക്കുന്നത്. അവിടെ വലിയ പൈപ്പുകൾ പലയിടങ്ങളിൽ ഈ കുഴിയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പൈപ്പുകൾ മറുവശത്ത് വെച്ചിട്ടുണ്ട്. അതിനിടയിലൂടെ വേണം ആളുകൾക്ക് ഇവിടേക്ക് നടന്നു വരാൻ. അത്രയ്ക്കും ദുസ്സഹമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അവിടെ കൃത്യമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ഏത് തരത്തിലുള്ള ഇടപെടലായിരിക്കും ഇനി അങ്ങോട്ട് വേണ്ടിവരിക, അല്ലെങ്കിൽ ആ ഇടപെടലുകൾ നടത്തുന്നതിന് എന്താണ് പ്രധാനപ്പെട്ട തടസ്സം? ആ ചോദ്യങ്ങൾ ഇവിടെ വലിയ തരത്തിൽ പ്രസക്തമായി ഉയരുന്നു. അവിടെ കൃത്യമായ ഇടപെടലുകളുമായി BJP കൌൺസിലർ അശോക് കുമാർ ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അശോക് കുമാർ, ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് വഞ്ചൂരിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് പൊതുജനങ്ങൾക്ക് നരകതുല്യമായ ഒരു അനുഭവമാണ് സമ്മാനിക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? തികച്ചും നരകതുല്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ കൌൺസിലറായിട്ട് 25 വർഷം തികയാണ്. ഈ 25 വർഷത്തിനകത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം തിരുവനന്തപുരത്ത് നടക്കുന്നത്. ഒരു റോഡിൽ കൂടിയും പോകാൻ വയ്യാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏത് സ്മാർട്ട് സിറ്റി ആയാലും അതിനൊരു നിയമപ്രകാരം ചെയ്യേണ്ടത് ചെയ്യണം. അതല്ലാതെ എല്ലാ റോഡുകളിലും കൂടി ഒന്നിച്ച് ഒരേ സമയത്ത് കുഴിച്ചിടുക എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ്. ഒരു റോഡിൽ കൂടിയും പോകാത്ത ഒരവസ്ഥ. ഇത് സത്യമായിട്ടും അന്വേഷിച്ചപ്പോഴത്തേക്ക് താങ്കൾ അങ്ങനെ പറയുമ്പോഴും ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ. അതെ, സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ പല പ്രാവശ്യം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് ബന്ധപ്പെട്ടിരുന്നു. ഈ സ്മാർട്ട് സിറ്റിയുടെ ഓഫീസുമായിട്ട് ഞാൻ BJPയുടെ കൌൺസിലർമാരെ പല ആൾക്കാരും ഞങ്ങൾ ഒന്നിച്ചു പോയി നേരിട്ട് അതിന്റെ ഓഫീസറെ ബന്ധപ്പെട്ടവരെയും കണ്ടിരുന്നു. അപ്പോഴൊന്നും അവര് ഈ കിട്ടിയ പണം മുഴുവൻ അവർ ഉപയോഗിക്കാതെ ഇങ്ങനെ താമസിച്ച് അതിന്റെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട തുക കിട്ടാത്തൊരവസ്ഥയിലേക്ക് വന്നപ്പോഴത്തേക്കാണ് അവർ തുടങ്ങിയത്. അതാണ് ഈ ധൃതിയും ബഹളവും ഒക്കെ. ഇത് സത്യമായിട്ടും സഹിക്കാൻ വയ്യാത്ത കാര്യമാണ്. പെട്ടെന്ന് ഇങ്ങനെ ഈ നിർമ്മാണം വളരെ അപ്രതീക്ഷിത ആണ്. അതുകൊണ്ട് എന്ത് പറ്റും എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ നയിക്കുന്നതിന്റെ കാരണം എന്താണ്? അതിന് പിന്നിലെ എന്താ കേട്ടില്ല. ഈ പെട്ടെന്ന് ഇങ്ങനെയൊരു ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ അപ്രതീക്ഷിതമായി ഒരു മുന്നറിയിപ്പൊന്നും നൽകാതെ നടത്തുന്നതിന്റെ പിന്നിലെ ചേതോവികാരം എന്താണ് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അതാണ് അന്വേഷണത്തിന് മനസ്സിലാക്കിയത്. കേന്ദ്രത്തിൽ നിന്ന് ഇതിന് ഒരു നിശ്ചിത തുക കൊടുത്തിട്ടുണ്ട്. ആ തുക കൊടുത്ത സമയത്തൊന്നും ഇവരൊന്നും ചെയ്തില്ല. ആ തുക ഇപ്പൊ അത് ചെയ്തില്ലെങ്കിൽ അത് ലാപ്സ് ആവും എന്ന് വന്നപ്പോഴത്തേക്കാണ് ഇവർ തുടങ്ങിയത്. ഇതാണ് ഇതിന്റെ പിന്നിലെ സത്യം. അപ്പോൾ ഇപ്പോൾ ഈ സ്ഥലം MLA കൂടിയായ മുൻ മന്ത്രി ആന്റണി രാജുവിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല എന്നാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ പ്രതികരിക്കാതെ അദ്ദേഹം മാറിയാലും ഉത്തരവാദിത്വത്തിൽ നിന്ന് ജനപ്രതിനിധികൾക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. കാരണം പൊതുജനങ്ങൾക്ക് ഇത്രമാത്രം ദുസ്സഹമായ ഒരു യാത്രാനുഭവം അല്ലെങ്കിൽ ദുസ്സഹമായ ദുരിതപൂർണമായ ഒരു നരകതുല്യമായ ഒരു യാത്ര സമ്മാനിക്കുന്ന തരത്തിലേക്ക് ഇതുവഴിയുള്ള ഈ നിർമ്മാണം മാറുന്നുവെന്ന് പറയുമ്പോൾ അത് എന്ത് തരത്തിലുള്ള വികസന പ്രവർത്തികളുടെ പേര് പറഞ്ഞായാലും അത് ഒരിക്കലും ന്യായീകരിക്കാനാവാത്ത ഒരു സ്ഥിതി തന്നെയാണ്. ശ്രീ അശോക് കുമാർ, താങ്കൾക്ക് കേൾക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിലവിൽ ഈ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരമുണ്ടാക്കാൻ കഴിയും? അടിയന്തരമായിട്ട് ഇതിലെ ബന്ധപ്പെട്ട നഗരവികസന വകുപ്പ് മന്ത്രിയൊക്കെ നമുക്ക് സംസ്ഥാന മന്ത്രിസഭയിലുണ്ടല്ലോ. അവര് ഇതിലെ ഇടപെട്ടേ പറ്റൂ. ഇന്നലെ ഏതോ ഒരു MLA മറ്റോ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോ അയാൾക്കെതിരായിട്ട് തിരിയുന്നതായിട്ട് കണ്ടു. ഏത് റോഡിൽ കൂടെ പോകാനൊക്കും ഈ തിരുവനന്തപുരത്ത്? ഇപ്പൊ ഇത് ആറ്റുകാൽ പൊങ്കാലയും മറ്റ് വിശേഷ ദിവസങ്ങളും ഒക്കെ തിരുവനന്തപുരത്ത് വരാൻ പോവുകയാണ്. ഇതൊക്കെ എങ്ങനെ ഈ തിരുവനന്തപുരം നഗരത്തിൽ നടത്താൻ പോകണമെന്നുള്ളത് കണ്ടറിയണം. അതിനു മുമ്പ് തീരുമോ എന്നുള്ള സംശയമാണ്. തീർച്ചയായിട്ടും വളരെയധികം നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. എന്തായാലും നഗരസഭ മേയർ ആര്യ രാജേന്ദ്രനുമായി ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അവിടെ നിന്ന് നഗരസഭയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്, മേയറുടെ ഭാഗത്ത് നിന്ന് അറിയാൻ കഴിയുന്നത്, ഈ പ്രശ്നം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. അടിയന്തര പ്രാധാന്യത്തോടെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാനുള്ള ഇടപെടൽ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ്. എന്തായാലും ആരായാലും
ഇത്തരത്തിലുള്ള ദുരിതം പൊതുജനങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതൊരിക്കലും വികസനത്തിന്റെ നേരായ ചിത്രമായിരിക്കില്ല പൊതുജനങ്ങൾക്ക് സമ്മാനിക്കുന്നത്. മറിച്ച് അമർഷം പുകയുന്ന വൈകാരികമായ പ്രതികരണങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയായിരിക്കും. ഇതൊരു മുന്നറിയിപ്പാണ്. ഏത് തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളായാലും അത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലായിരിക്കണം നടത്തേണ്ടത് എന്നതിന്റെ ഉദാഹരണമായി മാറുകയാണ് വഞ്ചിയൂരിൽ നിന്നുള്ള ഈ ദുരിത കാഴ്ചകൾ.